അങ്ങനെ നന്മമയമായ ഹമാസ് ഗാസ വിട്ടുകൊടുത്തു. എന്തൊരു നല്ല ഹമാസ്. ഇനിയിപ്പോ ഇസ്രായേലിന് യുദ്ധമൊക്കെ നിർത്തിക്കൂടെ? ഈ ഗാസേനെ അതിന്റെ വഴിക്ക് വിട്ടു, ഹമാസ് ഒക്കെ മാറിയല്ലോ. ഇതായിരിക്കും സുഡാപ്പി പറയാ. ഇതാണ് സുഡാപ്പിയുടെ ഒരു ബോധം. ഇതിലൊരു സത്യാവസ്ഥ നോക്കാം. സത്യത്തിൽ ഹമാസ് എന്തോ നന്മ കരുതി മാറിയൊന്നല്ല. ഈ ഗാസയാകെ കുട്ടിച്ചോറാക്കി. ഹമാസ് ആണ് അവിടെ ഭരിച്ചിരുന്നത്. ഹമാസ് ഭരിച്ച് ഗാസയിലാണെങ്കിൽ ആകെ പ്രശ്നം, പട്ടിണി, പരിവട്ടം, ആളുകൾ തന്നെ ഹമാസിനെതിരേക്കൊണ്ടിരിക്കുക. ഈ അവസ്ഥയിൽ ഹമാസിന് തീവ്രവാദവും നടത്തുക, അതിന് കൂടെ ഗാസയും ഭരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെലവുള്ളൊരു കാര്യമാണ്. അപ്പൊ ഓൾറെഡി ഹമാസിന് ഒരു ചാൻസ്, ഇപ്പൊ ഓൾറെഡി ഗാസ എല്ലാം കൂടി തകർന്ന് തരിപ്പണായി കിടക്കുക. അപ്പൊ ഹമാസ് ആലോചിച്ച് നോക്കിയപ്പോൾ നമ്മളിപ്പോ ഇനി തീവ്രവാദവും നടത്തണം, ഗാസയും ഭരിക്കണം എന്ന് വെച്ചാൽ ഭയങ്കര പാടായാണ്. നമ്മൾ തൽക്കാലം ഗാസയുടെ ഭരണം ഏതെങ്കിലും ടീമിനെടുക്കുക. അവിടെ ഒരു ടെക്നോക്രാറ്റിക് പലസ്തീൻ കമ്മിറ്റിയെ ഭരിക്കാമാണ്. ഹമാസ് ആണെങ്കിൽ ഇസ്രായേലിന്റെ വെടികൊണ്ട് ആകെ താറുമാറായി. ഇനി ഇസ്രായേലിന്റെ അറ്റാക്ക് ഹമാസിന് സഹിക്കാൻ വയ്യ. ഇനിയും ഇസ്രായേൽ അറ്റാക്ക് ചെയ്ത ഹമാസ്, ഒരുവിധ ഹമാസിന്റെ ടീമിനൊക്കെ ഇസ്രായേൽ കൊന്ന്, ഇനിയും കൂടി ഇസ്രായേൽ അറ്റാക്ക് തുടങ്ങി കഴിഞ്ഞാൽ ഹമാസ് ആകെ തീരുമാനമായി. ഹമാസ് ഉണ്ടാവില്ല. അപ്പൊ ഹമാസ് കണ്ടെത്തിയ ഒരു ഐഡിയ ആണ് എന്ത്? തൽക്കാലം ഗാസയുടെ ഭരണം ഈ കമ്മിറ്റിക്ക് കൊടുക്കുക. അപ്പൊ അതാകുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ അവിടുത്തെ പരിപാടികളൊക്കെ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും എല്ലാവരും ഇവരൊക്കെ ചേർന്ന് ചെയ്തോളും. ഹമാസിന് ആ ഗ്യാപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും? തൽക്കാലം ഞങ്ങൾ ഇവിടെ ഇല്ലല്ലോ എന്നാണ് വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കുറച്ചു കാലം ഒളിവിൽ നിന്നുകൊണ്ട് സംഘടന വളർത്താൻ പറ്റും. തീവ്രവാദം ഒന്നുകൂടി ഉഷാറായി. കാരണം ഈ പണികളൊക്കെ വേറെ ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ ഭരണമൊക്കെ. അപ്പൊ തൽക്കാലം മാറി നിന്നിട്ട് കൂടുതൽ ഈ തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുക, കൂടുതൽ ആൾക്കാരെ ഇതാക്കാൻ പറ്റും, കൂടുതൽ ഫണ്ടുകൾ സ്വരൂപിച്ച് ഈ ഫണ്ടൊക്കെ ആയുധം വാങ്ങാൻ ഉപയോഗിക്കുക. അങ്ങനെ ഹമാസിന് കുറച്ചു കാലം കൊണ്ട് അടിപൊളി, വീണ്ടും നല്ല ഇപ്പൊ തകർന്ന് തരിപ്പണാവാൻ പോകുന്ന ഹമാസിന് കുറച്ചു കാലം കൂടി ഒന്ന് മാറി നിന്നിട്ട് നല്ല സ്വസ്ഥമായിട്ട് തീവ്രവാദം ഇനിയും വളർത്തി കൂടുതൽ സ്ട്രോങ് ആകാൻ പറ്റും. പിന്നെ ഹമാസ് ഗാസയെന്ന് ഒഴിഞ്ഞെന്നേ പറഞ്ഞുള്ളൂ. അല്ല ഞങ്ങൾ ആയുധം വെക്കും, ഞങ്ങൾ തീവ്രവാദം നിർത്തും ഹമാസ് എവിടെയും പറഞ്ഞില്ല. ഈ തീവ്രവാദ പരിപാടിക്ക് അവർ തുറന്നുകൊടുക്കും. തൽക്കാലം സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ വേണ്ടി ഗസേന്റെ ഭരണം വേറെ ടീമിനെ ഏൽപ്പിക്കുന്നു. ഓല് തമ്മിൽ അതായിക്കോളൂ. ഇതാണ് പരിപാടി. ഈ ഭരണവും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ നാശനഷ്ടങ്ങളൊക്കെ റെഡിയാക്കൽ പരിപാടിക്ക് അറബ് രാജ്യമല്ല, ജയിലേക്ക് ഹമാസ് 10 പൈസ മുടക്കണ്ട. പിന്നെ ഹമാസിന് ഈ പേര് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇസ്രായേലിന്റെ വെടി മേത്ത് കൊള്ളുന്ന തൽക്കാലം നിർത്തും ചെയ്യാം. ഇതാണ് ഹമാസിന്റെ ഒരു ഉദ്ദേശം. ഇത് കഴിഞ്ഞ് വീണ്ടും അവർ വരും. ഈ ഹമാസ് ഒരിക്കലും ഇവിടുന്ന് പോകാൻ പോണില്ല. ഇത് കഴിഞ്ഞ് എപ്പോഴാണ് ഹമാസ് ഇനി സ്ട്രോങ് ആണ്, അപ്പോൾ അവന്മാർ വീണ്ടും ഇസ്രായേലിനോട് അങ്ങോട്ട് പോയി അടിക്കും, വീണ്ടും വാങ്ങിക്കൂട്ടും. ഇത് നടക്കാം. ഇസ്രായേൽ ആക്ച്വലി യുദ്ധം നിർത്തുന്നല്ല വേണ്ടേ എന്ന് വെച്ചാൽ ഇസ്രായേലിൽ ഒരാളെ കയറി, ഇസ്രായേലിൽ ഒരു പരിപാടി, ഒരു കൺസേർട്ട് നടക്കുമ്പോൾ അവിടെ കയറി ഇത്ര ആൾക്കാരെ കൊന്ന് ബാക്കിയുള്ളവരെ വളരെ രീതിയിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ തമ്മിൽ തന്നെ പീഡിപ്പിച്ച് അവർക്ക് സൈക്കോളജിക്കലി പ്രശ്നം, അത്രയും വൃത്തികെട്ട പരിപാടികളൊക്കെ ഹമാസ് അവിടെ ചെയ്തത്. ഏറ്റവും അവസാനത്തെ ഹമാസ് തീവ്രവാദി കൊല്ലപ്പെടുന്നവരെ ഇസ്രായേൽ ആക്ച്വലി അവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാതെ ഗാസ വിട്ടുകൊടുത്തുകൊണ്ട് ഇസ്രായേൽ ഹമാസിനെ പിടിക്കുന്ന പരിപാടി നിർത്തേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ എന്താ പ്രശ്നം അറിയാം? ഈ തീവ്രവാദികൾക്ക് ഒരു പ്രശ്നമുണ്ട്. ഇവന്മാരിത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ വീണ്ടും വളർന്നു വരും. ഇതാണ് ആക്ച്വലി നടക്കുന്നത്. അപ്പൊ ഇതുകൊണ്ട് ഈ ഹമാസ് മാറിയല്ലോ, ഇനി യുദ്ധം നിർത്തിക്കൂടെ ഗാസ എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഈ ഉടായ്പ പരിപാടി. അതൊക്കെ ഇന്ത്യയിലൊരു പുറത്തുനിന്ന് പാകിസ്ഥാനിൽ തീവ്രവാദി ടീം വന്നിട്ട് ആക്രമിച്ച് പോയി കഴിഞ്ഞാൽ ഇന്ത്യക്ക് അറിയാൻ പോലെ അവൻ ചാവുന്നവരെ നമ്മളെ ലക്ഷ്യം ഇവരെ തന്നെ ആയിരിക്കും. ഇതേപോലെ തന്നെയാണ് ഇസ്രായേലും. അപ്പൊ അതുകൊണ്ട് ഈ പരിപാടിയാണ്. ഇപ്പം ഹമാസ് മാറിയെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നന്മയായ ഹമാസ് മാറിയല്ല, അവന്മാർ കൂടുതൽ തീവ്രവാദം വളർത്താൻ ഒന്നൊരു ഗ്യാപ്പ് കിട്ടാൻ വേണ്ടി മാറി.